अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। ഇക്കാലത്ത് ചില ആഫ്രിക്കൻ നാടുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു വരികയാണ്. ഈ പരിപാടികളിൽ നമ്മുടെ പാൻ ആഫ്രിക്കൻ അസോസിയേഷൻ പങ്കെടുക്കുന്നുണ്ട്. ഈ അസോസിയേഷൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിഅ റഹ്മത്തുള്ളാഹി തആലയുടെ കാലത്താണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ആഫ്രിക്കൻ അഹമ്മദികളുടെ ഒരു അസോസിയേഷനാണിത്. ചുരുക്കത്തിൽ ആഫ്രിക്കൻ നാടുകളിലെ സന്തോഷത്തിൽ നമ്മുടെ അസോസിയേഷനും പങ്കാളികളാകുന്നുണ്ട്. അവർ അതിനുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വേളയിൽ ഞങ്ങൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കണമെന്നും അവർ എന്നോട് അപേക്ഷിക്കുകയുണ്ടായി. അവരുടെ പരിപാടികളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പങ്കെടുക്കുന്നതായിരിക്കും. ഇന്ന് സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടിമത്തത്തിൽ നിന്നും മോചനവും മത സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം മഹത്തായ അനുഗ്രഹങ്ങളാണ്. ആഫ്രിക്ക ഉപഭൂഖണ്ഡം ഒരു ദീർഘകാലം വരെ ഭരണീയ സമൂഹമെന്ന നിലയ്ക്ക് അടിമത്തത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടുകൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനവും ജൂബിലിയും എല്ലാം തന്നെ അവർക്ക് തീർച്ചയായും വളരെ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. ഈ ഒരാഘോഷം അവരുടെ അവകാശവുമാണ്. ഇവർ ഇന്നേക്ക് 10-60 വർഷം മുമ്പ് വിവിധ നാടുകളിൽ കരസ്ഥമാക്കിയ ഈ സ്വാതന്ത്ര്യം അള്ളാഹു യഥാർത്ഥ സ്വാതന്ത്ര്യമാക്കി മാറ്റട്ടെ. അടിമത്തത്തിന്റെ ചങ്ങലകളിൽ വീണ്ടും അവർ ബന്ധനസ്ഥരാകാതിരിക്കട്ടെ. വിശ്വസ്തയോടും സതുദ്ദേശത്തോടും നീതിബോധത്തോടും കൂടി ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഇവർ ഫലമെടുക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം വരും കാലത്ത് ലോകത്തിന് വഴികാട്ടുന്ന ആ ദിനം വിദൂരമല്ല. മത ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ മതസ്ഥാപകർ അഥവാ പ്രവാചകന്മാർ ലോകത്ത് വരുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യം സ്വാതന്ത്ര്യമാണ്.
चाहे वो जालिम बादशाहों അക്രമികളായ ഭരണാധികാരികളായ ഫിർഔനിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും बिगड़ने की वजह से മതം വികൃതമായത് കാരണം नाम पर മതത്തിന്റെ मजहब के കുത്തകാവകാശികളായവർ തങ്ങളുടെ താൽപര്യങ്ങൾക്കായി खातिर മതത്തിൽ കടത്തിക്കൂട്ടിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കാരണമായി ജനങ്ങളുടെ കഴുത്തിൽ ഇടപെട്ട വളയത്തിൽ നിന്നുള്ള മോചനമായാലും गुलामी से ഈ നാനാതരം അടിമത്തത്തിൽ നിന്നുള്ള മോചനം പ്രവാചകന്മാർ മുഖേനയാണ് നടക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല സമൂഹങ്ങളും ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. और आजादी അവർ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ധ്വജവാഹകരെ നിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്നും അകറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, बल्कि खुदा അള്ളാഹുവിന്റെ പിടിയിൽ വന്നുകൊണ്ട് അവർ നാശമടയുകയും ചെയ്തു. उन्होंने അവർ दुनिया ഭൗതികരായ गुलामी को ഭരണാധികാരികളുടെ അടിമത്തത്തെ അഹ്കമുൽ ഹാക്കിമീനായ ഭരണാധികാരികളുടെ ഭരണാധികാരിയായ तरजीह दी അള്ളാഹുവിന്റെ അടിമത്തത്തെക്കാളും പ്രാമുഖ്യം കൽപ്പിക്കുകയാണ് ചെയ്തത്. शादियों के नए बाप ഏതൊരു അടിമത്തം സ്വീകരിച്ചാലായിരുന്നുവോ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ की കവാടങ്ങൾ തുറക്കപ്പെടുന്നത്, ആ അടിമത്തത്തെ അവർ നിഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ താൽപര്യങ്ങൾ മാറിമറിയുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇരുലോകവും തന്നെ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ जाएं അകത്തളങ്ങളിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ പ്രവാചകന്മാർ മുഖേന के जरिए ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ सूरज है സൂര്യനായി നമ്മുടെ മുമ്പിലുള്ളത്. ആ സൂര്യകിരണങ്ങൾ ദൂരെ ദൂരെ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. अहाता किए हुए സ്വാതന്ത്ര്യത്തെയും വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ സൂര്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വമാകുന്നു. ആ മഹാത്മാവ് ഭൗതികമായ അടിമത്തത്തിൽ നിന്നും മോചനം നൽകി എന്ന് മാത്രമല്ല, മനുഷ്യൻ തന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന വിവിധങ്ങളായ വളയങ്ങളിൽ നിന്നും उनसे भी സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്തു. बल्कि आपके साथ ആ മഹാത്മാവുമായി യഥാർത്ഥ രീതിയിൽ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ आज भी അദ്ദേഹത്തിന്റെ അസ്തിത്വം സ്വാതന്ത്ര്യം നേടിത്തരുവാനുള്ള ഒരു മാർഗമാണ്. जब आप അള്ളാഹു ആ മഹാത്മാവിനെ ഖാത്തമുൻ നബിയീൻ എന്ന ബഹുമതി നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. आपकी खातमी തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമിയ്യത്ത് എല്ലാ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ ശാംസീകരിച്ചുകൊണ്ട് उस पर അതിൽ സാക്ഷ്യമുദ്ര പതിപ്പിക്കുകയുണ്ടായി. नहीं और അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം के बाद किसी सईद फितरत के जहन മുഹമ്മദി മുദ്ര മാത്രമാണ് पैदा हो भी नहीं സർവവിധ ശ്രേഷ്ഠതകളിലും സാക്ഷ്യമുദ്ര പതിപ്പിക്കുന്നതെന്നതിന് मोहम्मदी ही है ഒരു സൽപ്രകൃതക്കാരനും ഒട്ടും സംശയം ഉണ്ടായിരിക്കുകയില്ല. और इन कमालात की इंतहा ഈ ശ്രേഷ്ഠതകളുടെ ഔന്നത്യം जात में ही തിരുദൂതരുടെ അസ്തിത്വത്തിലാണ് പൂർണ്ണമായി തീരുന്നത്. हर काम ഓരോ പ്രവൃത്തിയുടെയും हर मामले ഓരോ കാര്യത്തിന്റെയും ഔന്നിത്യവും सल्लल्लाहु अलैहि वसल्लम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കയാൽ ഏതു രീതിയിലുള്ള आजादी दिलवाने के कमालात സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിലും पूरे होते തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പൂർണ്ണതയിൽ എത്തേണ്ടിയിരുന്നത്. അദ്ദേഹം എത്തുകയും ചെയ്തു. ഈ ശ്രേഷ്ഠതകളെല്ലാം അതിമഹത്തായ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പൂർത്തിയായതായി ഒരു ലോകം കാണുകയും ചെയ്തു. आपके साथ जुड़ने वाले हैं തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി തങ്ങളെ യഥാർത്ഥാർത്ഥത്തിൽ ബന്ധപ്പെടുത്തുന്നവർ ഇത് പൂർത്തിയാകുന്നതായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. सल्लल्लाहु अलैहि वसल्लम पर उतरी हुई തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കപ്പെട്ട ഖാത്തമുൽ കുത്തുബായ जाती है ഗ്രന്ഥത്തിൽ इसमें आजादी സ്വാതന്ത്ര്യത്തിന്റെ വിഷയം വിവിധ രീതിയിൽ से बयान വിവിധ മാർഗത്തിൽ വിവരിക്കുന്നുണ്ട്. इस पर അതോടൊപ്പം सल्लल्लाहु अलैहि वसल्लम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ इस खूबसूरत ഉദാത്ത മാതൃക ഈ മനോഹരമായ അധ്യാപനത്തിന്റെ ശോഭയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. कुरान करीम में फरमाता അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നു, ഫക്കുറകബ, കഴുത്തിനെ മോചിപ്പിക്കുക. അഥവാ कि गुलाम ഇങ്ങനെ നമുക്ക് പറയാം, അടിമയെ സ്വതന്ത്രരാക്കുക.
സ്വാതന്ത്ര്യത്തിനായി സഹായിക്കുക. അള്ളാഹു പറയുന്നു, एक आयत का कुछ हिस्सा पढ़ता हूँ. ഒരായത്തിന്റെ ചില ഭാഗം ഞാൻ കൽപ്പിക്കാം. വആതൽ മാല അലാ ഹുബ്ബിഹി സബിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. माल दे അവർ रखते हुए ധനത്തോടുള്ള സ്നേഹം നിലനിൽക്കെ ധനം നൽകുന്നു. അടുത്ത ബന്ധുക്കൾക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കും യാത്രക്കാർക്കും യാചകർക്കും आजाद करने के लिए, കഴുത്തുകൾ സ്വന്തമാക്കുന്നതിനും गुलाम അഥവാ आजाद करवाने के लिए. അടിമകളെ മോചിപ്പിക്കുന്നതിനായി. तो मजमून इससे पहले चल रहा है ഇതിന്റെ തുടക്കത്തിലുള്ള വിഷയം तो बताया മുമ്പിൽ വെക്കുകയാണെങ്കിൽ कि ये बहुत बड़ी नेकी ഇവിടെ പറയുന്നത് ताला ഇതെല്ലാം അതിമഹത്തായ നന്മകളാണെന്നാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും मान लाने के പ്രവാചകരിലും വിശ്വസിച്ചതിനു ശേഷം ഈ നന്മകളാണ് ദാസരെ ദൈവവുമായി സമീപസ്ഥമാക്കുന്നത്. और इनमें ഈ നന്മകളിൽ शामिल അടിമത്തത്തിൽ നിന്നുള്ള മോചനവും ഉൾപ്പെടുന്നു. ईमान അതുകൊണ്ട് को कायम रखने की വിശ്വാസത്തിന്റെ അവസ്ഥ നിലനിർത്തണമെങ്കിൽ, നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കണമെങ്കിൽ, നന്മയുടെ ഉന്നത നിലവാരം പ്രകടമാക്കണമെങ്കിൽ അടിമകളെ മോചിപ്പിക്കുക എന്ന നന്മയും ചെയ്യേണ്ടതാണെന്ന് इंसानी जान को एक बहुत बड़ी ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വന്തമാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മയാണ്. मिसालें मिलती हैं. ഹദീസുകളിൽ ഇതിനുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ये बुखारी की हदीस ഒരു റിവായത്തിൽ വരുന്നു, हज़रत अबू ഇത് ബുഖാരിയിൽ നിന്നെടുത്ത ഹദീസാണ്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, गुलाम അടിമയെ സ്വതന്ത്രനാക്കുന്ന ഏതൊരു മുസ്ലിമിനെയും से कुल्ली ने അള്ളാഹു നരകത്തിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുന്നതാണ്. फिर इस्लाम में मुख्तलिफ मौक़े ഇസ്ലാമിൽ വിവിധ സന്ദർഭങ്ങളിൽ गुलाम പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് അടിമകളെ സ്വതന്ത്രമാക്കുക എന്ന അധ്യാപനം വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. अगर कोई ഒരു വിശ്വാസി गलती से അബദ്ധത്തിൽ മറ്റൊരു വിശ്വാസിയെ വധിക്കുകയാണെങ്കിൽ खून बहा भी अदा അതിനുള്ള പ്രായശ്ചിത്തമായി പറഞ്ഞത് मोमन के कत्ल അടിമകളെ മോചിപ്പിക്കുക എന്നും മറ്റുമാണ്. सजा ഒരു വിശ്വാസിയെ വധിച്ചാൽ മാത്രമാണ് ഈ പ്രായശ്ചിത്തം എന്നില്ല. या इसकी तहरीक नहीं की गई മറിച്ച് करने की, बल्कि फरमाया कि अगर किसी ഏതെങ്കിലും സമൂഹവുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ भी तुमसे कत्ल हो गया അവരുടെ കാഫിറായ വ്യക്തി നിങ്ങളാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും ഒരു പ്രായശ്ചിത്തമായി ഒരു അടിമയെ സ്വന്തമാക്കുക. करने की सजा ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്തതിനു ശേഷം അതിനെ ലംഘിക്കുകയാണെങ്കിൽ मुख्तलिफ അതിനുള്ള പ്രായശ്ചിത്തമായി ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് नहीं तो ये വിവിധ പ്രായശ്ചിത്തം നിശ്ചയിച്ചപ്പോൾ सजा അതിൽ ഒന്ന് അടിമകളെ സ്വന്തമാക്കുക എന്നതുമാണ്. बस मुख्तलिफ मौकों पर ചുരുക്കത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ അടിമകളെ സ്വന്തമാക്കാനുള്ള കൽപ്പനയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു കാര്യം, गुलामी के सिलसिले को ഇസ്ലാം खत्म करना चाहता പതുക്കെ പതുക്കെ അടിമത്തത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. जो തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു മുമ്പും അടിമകളെ വെക്കുക എന്നത് പൊതുവായ ഒരു കാര്യമായിരുന്നു. ഇസ്ലാം വന്നുകൊണ്ട് इस ഈ അടിമത്തത്തെ ഇല്ലാതാക്കുന്നതിനായി मुख्तलिफ मौकों വിവിധ സന്ദർഭങ്ങളിൽ ഊന്നൽ നൽകുകയുണ്ടായി. बल्कि हदीस में ഹദീസിൽ ഇത്ര വരെ വരുന്നുണ്ട്. रिवायत अस्मा അസ്മാ ബിൻത്ത് അബീബക്കർ റിവായത്ത് ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറയാറുള്ളത്, के सूरज സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോഴും നിങ്ങൾ അടിമകളെ മോചിപ്പിക്കുക എന്നതാണ്. जो കഴിവുള്ളവർ हैं जिनको ഇങ്ങനെ നിർബന്ധമായും वो ऐसा जरूर ചെയ്യണം. फिर गुलाम की इज्जत അടിമകളുടെ അന്തസ്സും आपने इस तरह അവരുടെ അവകാശവും തിരുനബി സംരക്ഷിക്കുകയുണ്ടായി. भी एक के साथ നിവേദനത്തിൽ വരുന്നു, 7 സഹോദരന്മാരുണ്ടായിരുന്നു. गुलाम था मुश्किल അവർക്കെല്ലാവർക്കും കൂടി ഒരു അടിമയാണുണ്ടായിരുന്നത്. ഒരിക്കൽ ഒരു സഹോദരന് गुलाम ദേഷ്യം വന്നു. तो उसने ദേഷ്യത്തിൽ जोर से तमाचा मार दिया. അടിമയുടെ മുഖത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. हजरत തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വിവരം എത്തി. गुलाम को आजाद തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അടിമയെ മോചിപ്പിക്കുക. रखो क्योंकि ഈ അടിമയെ വെക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം അടിമയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. के अगर उस जमाने में जाएं അടിമകളെ വെക്കുക എന്നത് गुलाम रखना एक आम बात भी थी और एक സാധാരണ സംഭവമായിരുന്നു അക്കാലത്ത്. उनके लिए അടിമകൾ ധനികരുടെ സമ്പത്ത് കൂടിയായിരുന്നു അക്കാലത്ത്. അടിമകൾ ആരുടെ പക്കലാണോ അധികമുള്ളത്
അവരെ ഏറ്റവും വലിയ ധനവാന്മാരായി കരുതപ്പെട്ടിരുന്ന അക്കാലത്ത് നൽകപ്പെടുന്ന കൽപ്പന, നിങ്ങൾ असल दौलत चाहते हो जो ईमान की दौलत വിശ്വാസമാകുന്ന യഥാർത്ഥ സമ്പത്ത് ആഗ്രഹിക്കുകയാണെങ്കിൽ അടിമകളെ സ്വതന്ത്രരാക്കുന്നതാണ് ഉത്തമം എന്ന് കൽപ്പിക്കപ്പെടുകയാണ്. और इस हुक्म के അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള വഴികൾ ഒരുക്കുക. ഈ കൽപ്പനയനുസരിച്ച് സഹാബത്ത് दर्जनों से അവരവരുടെ കഴിവനുസരിച്ച് ഡസൻ കണക്ക് മുതൽ ആയിരക്കണക്കിന് അടിമകളെ വരെ സ്വതന്ത്രരാക്കുകയുണ്ടായി. ഹദ്റത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം ഒരവസരത്തിൽ 20,000 അടിമകളെ സ്വതന്ത്രരാക്കുകയുണ്ടായി. ഇത് കൂടാതെ മറ്റ് പല സന്ദർഭങ്ങളിൽ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് സ്വതന്ത്രമാക്കുകയുണ്ടായി. जिनके पास ആരുടെ പക്കൽ ജോലിക്കായി അടിമകൾ ഉണ്ടായിരുന്നുവോ इस्लामी तालीम ആ അടിമകളെ കുറിച്ച് ഇസ്ലാം भाइयों जैसे അവർക്ക് നൽകിയിരുന്ന പാഠം, നിങ്ങൾ അവരോട് നിങ്ങളുടെ സഹോദരന്മാരെ പോലെ വർത്തിക്കുക എന്നായിരുന്നു. നിങ്ങൾ ധരിക്കുന്നത് പോലെ അവരെയും ധരിപ്പിക്കുക, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ അവരെയും ഭക്ഷിപ്പിക്കുക. अपना उसवा ये था തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മാതൃക നോക്കുക. ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹത്തിന് ശേഷം अपने गुलाम और തന്റെ അടിമകളെയും സമ്പത്തും എല്ലാം തിരുനബിക്ക് നൽകിയപ്പോൾ ആ അടിമകളെയെല്ലാം തിരുനബി സ്വതന്ത്രമാക്കുകയാണ് ഉണ്ടായത്. अपना ഹദ്റത്ത് സയ്യിദ് ബിൻ ഹാരിസ अरसा उनको अपना मुंह അതിൽപ്പെട്ട ഒരടിമയായിരുന്നു. അദ്ദേഹത്തെ തന്റെ വളർത്തുപുത്രനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തോട് കാണിച്ച വാത്സല്യവും മമതയും കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിതാവും ബന്ധുവും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം ये वो हुस्न और एहसान യഥാർത്ഥത്തിൽ कमाल की സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അത്യുന്നതമായ നിലവാരം കരസ്ഥമാക്കിയതായിരുന്നു. അത് സ്വാതന്ത്ര്യത്തെക്കാളും അടിമത്തത്തിന് മുൻഗണന നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സ്നേഹത്തിനെതിരിൽ സ്വന്തം രക്തബന്ധത്തെ പോലും പിമ്പുറം തള്ളുകയുണ്ടായി. ചുരുക്കത്തിൽ ഇസ്ലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ 1000-ലൊരംശമോ 1,00,000-ലൊരംശമോ സമർപ്പിക്കാൻ സാധ്യമല്ല. किसने कभी इतनी ആരാണ് അടിമകളെ സ്വതന്ത്രമാക്കാൻ ഇത്രമാത്രം പ്രവർത്തിച്ചതും आजादी के समान किए हैं മാനവരാശിയുടെ സ്വാതന്ത്ര്യത്തിനായി എത്രമാത്രം പ്രവർത്തിച്ചതെന്നും തെളിയിക്കാൻ കഴിയുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അംഗീകരിക്കുന്നവരോട് പറഞ്ഞത്, നിങ്ങളുടെ അടിമകൾ ജോലി ചെയ്യുമ്പോഴും അവരോട് നല്ല രീതിയിൽ പെരുമാറുക. വല്ല കഠിനമായ ജോലിയും അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരെ സഹായിക്കണം. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിന്റെ നിർവചനത്തെ തന്നെ മാറ്റിയെഴുതുകയുണ്ടായി. इसी का नतीजा है ഇതിന്റെ കാരണമായാണ് ഒരു ഇറ്റാലിയൻ ഓറിയന്റലിസ്റ്റായ ഡോക്ടർ ഡിഗ്ലറി ഇപ്രകാരം എഴുതിയത്, അടിമത്തത്തിന്റെ സമ്പ്രദായം उस वक्त से മനുഷ്യ സമൂഹം ഉണ്ടായ നാൾ മുതൽ ഉണ്ടായതാണ്. जन्म लिया അത് ഇന്നും നിലനിൽക്കുന്നു. മുസ്ലിങ്ങൾ അപരിഷ്കൃതരായാലും പരിഷ്കൃതരായാലും ശരി, അവരുടെ ഇടയിൽ അടിമകളുടെ സ്ഥിതി മറ്റു സമൂഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. कि मशरकी मुल्कों में പൗരസ്ത്യ നാടുകളിലെ അടിമത്തത്തിന്റെ അവസ്ഥ അമേരിക്കയിൽ 100 വർഷം മുമ്പുള്ള അടിമത്തവുമായി താരതമ്യം ചെയ്യുക എന്നത് അനീതിയായിരിക്കുമെന്ന് ഞാൻ കാണുന്നു. പ്രവാചക വചനങ്ങളിൽ എന്തുമാത്രം മാനുഷിക സഹാനുഭൂതിയുമാണ് അടിമകളോട് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. मेरा लड़का है തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ എന്റെ അടിമയാണെന്ന് പറയരുത്, അവൻ എന്റെ കുട്ടിയാണെന്ന് പറയുക. അവൾ എന്റെ അടിമ സ്ത്രീയാണെന്ന് പറയരുത്, അവൾ എന്റെ മകളാണെന്ന് പറയുക. ചരിത്രപരമായി നാം ഈ സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ അതിമഹത്തായ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നതാണ്. से पहले ഇസ്ലാമിന് മുമ്പ് വരെ कर्जा अदा न होने की सूरत കടം വീട്ടാൻ കഴിയാത്ത ഒരു സ്വതന്ത്ര വ്യക്തിക്ക് आजादी തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. शख्स ने किसी കടം വാങ്ങിയ വ്യക്തി കടം വീട്ടുന്നത് വരെ കടം കൊടുത്ത വ്യക്തിയുടെ അടിമയായി കഴിയേണ്ടിയിരുന്നു. उसको कर्ज देने वाले की गुलामी करनी पड़ती थी या इसके इम्कानात അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എഴുതുന്നു, लाने के बाद എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരു സ്വതന്ത്രനായ മുസ്ലിമിനെയും അടിമയാക്കി വെക്കാൻ ഒരു മുസ്ലിമിനും സാധ്യമായിരുന്നില്ല. नबी
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം गुलामी को അടിമത്തത്തെ പരിമിതപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയുകയും മുസ്ലിങ്ങളോട് ഈ കാര്യത്തിൽ എപ്പോഴും ഒരുപടി മുമ്പോട്ട് വെച്ചുകൊണ്ട് എല്ലാ അടിമകളും സ്വതന്ത്രരാകുന്ന ആ സുദിനം വരുന്നത് വരെ മുന്നോട്ട് പോകാനും പറയുകയുണ്ടായി. ഇത് പ്രൊഫസർ ഡിക്ലറി സാഹിബിന്റെ ഇറ്റലി ഭാഷയിൽ എഴുതിയ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നും എടുത്തതാണ്. ഒരു കാലത്ത് അമേരിക്കയിലെ അഹമ്മദിയ ജമാഅത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കാൻ ഏതെങ്കിലും വ്യക്തിക്ക് അതിന്റെ പകർപ്പകവശം നൽകിയിട്ടില്ലെങ്കിൽ, അമേരിക്കൻ ജമാഅത്തിന് ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന ശത്രുക്കളുടെ വായ് അടക്കാൻ ഇത് മതിയാകുന്നതാണ്. ये उसवा ചുരുക്കത്തിൽ ഈ അധ്യാപനവും ഈ മാതൃകയും गैर भी किए बगैर नहीं रहे। അന്യരാൽ പോലും പുകഴ്ത്തപ്പെട്ടതാണ്. तालीम ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ യാഥാർത്ഥ്യം വിളിച്ചോതുന്നതാണ്. ये चंद मिसालें मैंने വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും हमें इस बारे में ഉള്ള ചില ഉദാഹരണങ്ങൾ तमात ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ഇത് സംബന്ധമായി എത്രയോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ को आजादी मिल ലോകത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭ്യമാവുകയുള്ളൂ, ശാന്തിയും നീതിയും സൗഹൃദവും നിലനിൽക്കുകയുള്ളൂ. अफ्रीका में ആഫ്രിക്കയിൽ मिली है। സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലങ്ങളിൽ അവിടെയുള്ള അഹമ്മദികൾ ഈ അധ്യാപനത്തെ तालीम को आम करें। അവിടെ വ്യാപിപ്പിക്കേണ്ടതാണ്. ज्यादा കൂടുതൽ പേരെ हजरत सल्लल्लाहु തിരുനബിയുടെ അടിമത്തത്തിൽ കൊണ്ടുവരിക. എന്നാൽ മാത്രമേ എന്താണ് സ്വാതന്ത്ര്യം എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാവശ്യം ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചത് കൊണ്ട് മാത്രം സ്വാതന്ത്ര്യം നിലനിൽക്കുകയില്ല. സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഭരണാധികാരികളും हुक्मरान है वो भी ജനങ്ങളും वो भी ഈ സ്വാതന്ത്ര്യത്തെ इस तरह इस आजादी നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. तैयार करना है അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നാം സ്വീകരിക്കേണ്ടതെന്ന് അവർ അറിയണം. और कुरानी ആ മാർഗങ്ങൾ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലും വിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കുന്നതാണ്. लिखा है ഡിക്ലറി സാഹിബ് എഴുതിയതിൽ മുസ്ലിങ്ങളെ അടിമയാക്കി വെക്കാൻ കഴിയില്ല എന്നാണ്. कि मुसलमान എന്നാൽ യഥാർത്ഥ ഇസ്ലാമിക സമൂഹത്തിൽ ഒരിക്കലും തന്നെ ആരെയും അടിമകളാക്കി വെക്കാൻ കഴിയില്ല. ये बात भी തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം और याद रखने की चाहिए തന്റെ कि आ हजरत വിയോഗത്തിന് മുമ്പ് ने നൽകിയ അവസാന ഉപദേശത്തിൽ പറഞ്ഞത് फरमाई थी उम्मत को, वो ये है कि नमाज നമസ്കാരത്തെക്കുറിച്ചും और गुलाम അടിമകളെക്കുറിച്ചുമുള്ള എന്റെ ഉപദേശം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ്. शरीयत की और എന്നാൽ മുസ്ലിങ്ങളുടെ उमरा और ഭരണാധികാരികളുടെയും ധനികന്മാരുടെയും നിർഭാഗ്യമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. दोनों तालीमों को भुला बैठे। ഈ രണ്ട് അധ്യാപനങ്ങളെ അവർ മറന്നു കളഞ്ഞു. नमाज നമസ്കാരത്തിൽ ഒരു താല്പര്യവും ആവേശവും കാണുന്നില്ല, ദൈവഭയം കാണുന്നില്ല, മാത്രമല്ല അടിമത്തം ഇല്ലാതാക്കുവാനുള്ള ശ്രമവും കാണുന്നില്ല. गो उजर അടിമകളെ गुलामों वाली के വില കൊടുത്തു വാങ്ങുന്ന മുമ്പുള്ള സമ്പ്രദായം ഇന്നില്ലെങ്കിലും लेकिन ഭരണത്തിന്റെ പേരിൽ अवाम से പൊതുജനങ്ങളോട് गुलामों वाला सलूक അടിമകളെ പോലെയാണ് പെരുമാറുന്നത്. ചില നാടുകളിലുള്ള അസ്വസ്ഥതകൾക്കും കുഴപ്പങ്ങൾക്കും കാരണം वो इसलिए है പ്രത്യേകിച്ച് അറബ് മുസ്ലിം നാടുകളിൽ പൊതുജനങ്ങൾ കരുതുന്നത് ये एहसास पैदा ഞങ്ങളോട് അടിമകളോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുന്നത് എന്നതുകൊണ്ടാണ്. एक हुकूमत ഒരു ഗവൺമെന്റ് ജനാധിപത്യത്തിന്റെ പേരിൽ വരുന്നു, तो फिर उसके എന്നിട്ട് അവർ ശ്രമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി ജീവിതാവസാനം വരെ പ്രസിഡന്റായി നിലനിൽക്കണമെന്നാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ഭരണത്തിൽ തുടരണമെന്നും ആഗ്രഹിക്കുന്നു. സ്തുതിപാഠകരും और തൽപര കക്ഷികളും ഇവരുടെ ചുറ്റും കൂടി होकर ഇവരുടെ താൽപര്യങ്ങളും तरजीह കാഴ്ചപ്പാടുകളുമെല്ലാം മാറ്റിമറിക്കുന്നു. അങ്ങനെ അവർ कायम करने के लिए ഭരണം നിലനിർത്തുന്നതിനായി എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നു. സ്വന്തം നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുന്നു. और फिर ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ताकतें അല്ലെങ്കിൽ വൻ രാഷ്ട്രങ്ങൾ
തങ്ങളുടെ താൽപര്യങ്ങൾ നേടിയെടുക്കുന്നതിനും രാജ്യത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുക്കുന്നതിനും വേണ്ടി इन फसादात പൊതുജനങ്ങൾ जो अवाम की तरफ से ഭരണകൂട ഭീകരതയിൽ നിന്നും മോചനത്തിനായി ചെയ്യുന്ന ഈ വിപ്ലവത്തെ और ज्यादा हवा दी जाती മുതലെടുത്തുകൊണ്ട് അതിനെ ആളിക്കത്തിക്കുന്നു. आते हैं ഇവരെ സഹായിക്കുക എന്ന പേരിലാണ് വൻ ശക്തികൾ വരുന്നതെങ്കിലും हो जाता है അത് പിന്നീട് വളരെ പൈശാചിക രൂപം സ്വീകരിക്കുകയും നാടിന്റെ അവസ്ഥ 100 വർഷം പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനുള്ള പൊതുജന പ്രക്ഷോഭം വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. निकल कर സ്വന്തം ആളുകളുടെ അടിമത്തത്തിൽ നിന്നും മോചിതരായി അന്യരുടെ അടിമത്തത്തിലേക്ക് അവർ ചെന്നെത്തുന്നു. നേരിട്ടല്ലെങ്കിലും ശരി. बिलवास्ता मैं पहले भी कह चुका हूं ഈ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. कि बाज बड़ी ताकत ചില വൻ ശക്തികൾ जिन हुकूमतों की ഏതൊരു ഭരണകൂടത്തെ സഹായിച്ചുകൊണ്ട് उन्हें सालों कुर्सी पर അവരെ തങ്ങളുടെ കസേരയിൽ തന്നെ വർഷങ്ങളോളം ഇരുത്തുന്നുവോ, आवाम की आजादी के सलब होने की അവർ പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്പം പോലും ചിന്തിക്കാറില്ല. हो जाते हैं എന്നാൽ തങ്ങളുടെ താൽപര്യങ്ങൾ ആ ഭരണകൂടങ്ങളിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് उल्टाए जाते हैं ആ ഭരണകൂടങ്ങളെ മറിച്ചിടുന്നു, അവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ जो मादी करीब में जो ऐसी सूरत हाल पैदा हुई है ഭരണം മാറി नई हुकूमतें बनी പുതിയ ഭരണം वന്നപ്പോൾ देखकर ഈ വൻ ശക്തികളും വെപ്രാളപ്പെടുകയാണ്. കാരണം തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായ ഭരണമല്ല അവിടെ വന്നിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അവർ ആഗ്രഹിച്ചതുപോലുള്ള മാറ്റങ്ങളല്ല വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. ये चीजें ഇത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. और फिर एक और फसाद का सिलसिला ഇനി കുഴപ്പത്തിന്റെയും കാപട്യത്തിന്റെയും പുതിയൊരു അധ്യായം തുറക്കപ്പെടാൻ പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞു. പൊതുജനങ്ങളും തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുന്നു. एक एक हुकूमत അവർ ഒരു ഭരണകൂടത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി की हुकूमती गुलामी में മറ്റൊരു ഭരണകൂടത്തിന്റെ അടിമത്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. और अब उनको एहसास पैदा हो गया है ചില സ്ഥലങ്ങളിൽ गए हैं ഇത് നടന്നു കഴിഞ്ഞു. मुल्की दौलत നാടിന്റെ സമ്പത്ത് अवाम ഇപ്പോഴും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായോ അവരുടെ പുരോഗതിക്കായോ साफ दिलाने की അവർക്ക് അവരുടെ അവകാശങ്ങളും നീതിയും നേടിക്കൊടുക്കുന്നതിനായോ അവരെ വിദ്യാസമ്പന്നരാക്കുന്നതിനായോ ചെലവഴിക്കപ്പെടുകയുമില്ല. आ रही हैं वो भी കാരണം ഏതൊരു ഭരണമാണോ ഇനി വരുന്നത് അവരും അവരുടെ താൽപര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വരുന്നത്. പൊതുജനങ്ങളിൽ പട്ടിണിയും താഴ്ന്ന ജീവിത നിലവാരവും മുമ്പും ഉണ്ടായിരുന്നതാണ്. आइंदा भी जो खुशफहमी है कि दूर हो जाएगा वो ഇത് നീക്കപ്പെടുമെന്ന വ്യാമോഹം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് അകറ്റപ്പെടുന്നതല്ല. ഇതേ അവസ്ഥ തന്നെ തുടരുന്നതാണ്. कि आ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നില്ല. लेकिन മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും തിരുനബിയുടെ ഉപദേശമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. तो एक शख्स പണ്ടുകാലത്ത് ഒരു വ്യക്തി തന്റെ സമ്പത്തിന്റെ ഹുങ്കിൽ അടിമകളെ വെച്ചിരുന്നു. ഇപ്പോൾ നാടിന്റെ സമ്പത്ത് मुल्क के നാട്ടുകാരെ അടിമകളാക്കി വെക്കാനായി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. अब तो मीडिया ഇപ്പോൾ ഇക്കാര്യങ്ങൾ മീഡിയകളും പറയാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങളിൽ പോലും ദാരിദ്ര്യവും പട്ടിണിയും കാണപ്പെടുന്നു. मोहल्लात हैं ഒരു ഭാഗത്ത് സ്വർണത്തിന്റെ മണിമാളികകളാണെങ്കിൽ മറുഭാഗത്ത് നാട്ടുകാർക്ക് രണ്ടു നേരം ഭക്ഷണം പോലും വയറു നിറച്ച് ലഭിക്കുന്നില്ല. बस അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് अवाम को പൊതുജനങ്ങളെ बनाया അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. कहाँ तो वो जमाना था ഒരു കാലമുണ്ടായിരുന്നു कि हजरत उमर അന്ന് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് फौजों को തന്റെ സൈന്യത്തെ शाही इलाके से ക്രിസ്തീയ പ്രദേശങ്ങളിൽ നിന്നും പിൻവലിക്കേണ്ടതായി വന്നു. दुश्मनों की ताकत की അന്ന് ശത്രുക്കളുടെ ശക്തി കാരണം മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ നിയന്ത്രണം ആ പ്രദേശത്ത് നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. ईसाइयों को അപ്പോൾ उन्होंने നികുതി ഇനത്തിൽ
ആ ക്രിസ്തീയ നാട്ടുകാരിൽ നിന്നും അവരുടെ സംരക്ഷണത്തിനും और बहबूद के लिए അവരുടെ പുരോഗതിക്കുമായി उनके हकूक അവരിൽ നിന്നും वो वापस വാങ്ങിയ പണം അവരുടെ അവകാശം अदा नहीं कर सकते നൽകുന്നതിനായി സ്വരുകൂട്ടിയ ധനം ली गई थी तुम्हें അവർക്ക് തിരിച്ചു നൽകുകയുണ്ടായി. നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇനി സാധിക്കാത്തതുകൊണ്ട് നിങ്ങളിൽ നിന്നും വസൂലാക്കിയ തുക ഇതാ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നൽകി. അപ്പോൾ ക്രിസ്ത്യാനികളായ ആ പ്രജകൾ കരയുകയായിരുന്നു. तुम जैसे അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്, നിങ്ങൾ തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നിങ്ങളെ പോലെയുള്ള ഭരണാധികാരികളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മുസ്ലിം ഭരണത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച നീതിയും അവകാശങ്ങളും ഞങ്ങളുടെ ഭരണത്തിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കുക. മുസ്ലിം ഭരണാധികാരികൾ മുസ്ലിം പൊതുജനത്തിന്റെ സമ്പത്ത് തന്നെ കൊള്ളയടിക്കുന്നു. നാട്ടിൽ നീതിയില്ല, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു, किसी की जान ആരുടെയും ജീവനും സ്വത്തും സുരക്ഷിതമല്ല. नहीं है और फिर बड़ी ढिठाई से എന്നിട്ട് ഇവർ വാദിക്കുന്നത് നോക്കുക, कि हम अवाम के लिए जो कुछ कर रहे हैं ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്ര മറ്റാർക്കും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. ये जो इनकलाबी सूरत मुख्तलिफ വിവിധ നാടുകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിപ്ലവങ്ങളിൽ मैंने कहा നിന്ന് തൽപര കക്ഷികൾ ഫലമെടുത്തുകൊണ്ടിരിക്കുകയാണ്. आ रहे हैं बाज मजहब ചിലർ മതത്തിന്റെ പേരിൽ अपने मुफाद हासिल कर തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ये कभी ना होता പൊതുജനത്തിന്റെ അവകാശങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ उन्हें दिए जाते अब ഭരണകൂടങ്ങൾ നീതിയിൽ നിലനിൽക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമായിരുന്നില്ല. हुकूमतें भी ഭരണകൂടങ്ങൾ लालच के बजाय അത്യാഗ്രഹം വെടിഞ്ഞ് इंसाफ का നീതിനിഷ്ഠമായ ഭരണം നടത്തിയിരുന്നുവെങ്കിൽ ഈ കുഴപ്പങ്ങൾ ഒരിക്കലും തലപൊക്കുമായിരുന്നില്ല. का जिनमें लोगों का मैंने जिक्र മതപരമായ ആളുകളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. इन्होंने അവർ പൊതുജനങ്ങൾക്ക് മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം, ദീനി വിജ്ഞാനമില്ലാത്തത് കാരണം दीन में മതത്തിൽ തെറ്റായ കാര്യങ്ങൾ കടത്തിക്കൂട്ടി हाथ करके उनके തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി അവരുടെ കഴുത്തുകളിൽ रसूम और അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും വളയമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഈ രീതിയിൽ അടിമകളാക്കി മാറ്റുകയുണ്ടായി. അള്ളാഹു താല ഈ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. जो അതേ മനുഷ്യത്വത്തിന്റെ മഹത്വം നിലനിർത്താനാണ് വന്നിരിക്കുന്നത്. के बारे में ये फरमाया है कि അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, यज़अनहुम इसरहुम യളഉ അൻഹും ഇസ്റഹും वल अगलाल വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം. हमारा नबी उनके बोझ നമ്മുടെ ഈ പ്രവാചകൻ അവരുടെ ഭാരത്തെ ദൂരീകരിക്കുന്നു, पड़े हुए हैं അവരുടെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന വളയത്തെ അത് ഊരിക്കളയുന്നു. क्या हो रहा है आजकल എന്നാൽ ഇന്ന് നാം ഇതിന്റെ നേരെ വിപരീതമാണ് കാണുന്നത്. मुसलमान ഈ പ്രവാചകനെ जो इस नबी के मानने वाले അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്ന മുസ്ലിം നാടുകൾ मानने के बाद हक അവകാശങ്ങൾ നൽകുന്നതിനും और നീതി നടപ്പിൽ വരുത്തുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനും മാതൃകളാകേണ്ടതായിരുന്നു. को गैर मुस्लिम മറ്റ് അമുസ്ലിങ്ങൾ ഇവരുടെ നീതിയും സത്യവും और मुल्क പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യവും അവരുടെ പുരോഗതിയും കണ്ടുകൊണ്ട് ഇവരിൽ നിന്ന് പാഠം പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ അതിന് വിരുദ്ധമായാണ് നാം കാണുന്നത്. जो हकीकी इस्लाम യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരത്തുന്ന ഉലമാവർഗം നാനാതരം ബിദ്അത്തുകളിൽ നിന്നും മുസ്ലിം ജനസാകല്യത്തെ രക്ഷപ്പെടുത്തേണ്ടവർ उन्होंने भी പൊതുജനത്തിന്റെ കഴുത്തിൽ ബന്ധനങ്ങളുടെ ചങ്ങലകൾ ഇട്ടിരിക്കുകയാണ്. ഇരുകൂട്ടരും मुसलमान अवाम മുസ്ലിം പൊതുജനത്തെ गुलामी के അടിമത്തത്തിൽ കൊണ്ടെത്തിക്കുകയും और दबाया हुआ है और तोकों में जकड़ा हुआ है കഴുത്തുകളിൽ അടിമത്തത്തിന്റെ വളയങ്ങൾ ഇടുകയുമാണ് ചെയ്തത്. कुरानों पर ही അതുകൊണ്ട് വെറും इल्जाम नहीं है ഭരണാധികാരികളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ഇക്കാലത്തെ പണ്ഡിതവർഗവും ഇതിന് ഉത്തരവാദികളാണ്. रिवाज അവർ തെറ്റായ ആചാരാനുഷ്ഠാനങ്ങൾ दीन का മതത്തിന്റെ പേരും പറഞ്ഞ് अवाम के जज्बात ജനങ്ങളുടെ വികാരത്തെ ഇളക്കിവിട്ടുകൊണ്ട് नाम बना लिया അടിമകളാക്കി പൊതുജനങ്ങളെ മാറ്റുകയുണ്ടായി. कभी ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും, वक्त के ഒരിക്കലും അവസാനിക്കുന്നതല്ല. ताला के भेजे ഇക്കാലത്ത് മനുഷ്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും
നമ്മെ നാനാതരം ബന്ധനങ്ങളിൽ നിന്നും വളയങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കുന്നതിനും വേണ്ടി और അള്ളാഹു അയച്ച हमें ആ മഹാത്മാവിനെ സ്വീകരിക്കാത്തിടത്തോളം और तौक़ुफ़ ഈ അവസ്ഥ തുടരുന്നതാണ്. और सिर्फ അദ്ദേഹം വന്നുകൊണ്ട് एक गुलामी में आने के ഒരേ ഒരു അടിമത്തം സ്വീകരിക്കാനാണ് പറഞ്ഞത്. खुदा ताला അത് അള്ളാഹുവിന്റെയും वसल्लम की गुलामी है। അവന്റെ റസൂലിന്റെയും അടിമത്തമാണ്. आजादियों के नए रास्ते नजर आते हैं, ഈ അടിമത്തത്തിൽ വരുമ്പോൾ इंसाफ नजर आता സ്വാതന്ത്ര്യത്തിന്റെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. നീതി നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. സമത്വം കാണാൻ സാധിക്കുന്നതാണ്. ഒരു മനോഹരമായ സൊസൈറ്റി നമുക്ക് ദൃശ്യമാകുന്നതാണ്. അവിടെ അവകാശം നേടിയെടുക്കാൻ പ്രകടനങ്ങൾ നടത്തേണ്ട ആവശ്യം വരില്ല. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരില്ല. മറിച്ച് അവകാശങ്ങൾ നൽകാനായി മന്നനും യാചകനും പരിശ്രമിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ അന്തസ് നിലനിർത്താനും വിവിധങ്ങളായ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനും ഒരേ ഒരു മാർഗമേയുള്ളൂ. और उसके रसूल അത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. जब तक അത് സാധ്യമാകണമെങ്കിൽ कार से बाज नहीं आते, जिसे अल्लाह ताला രണ്ടു തരത്തിലുള്ള അവകാശങ്ങൾ നിലനിർത്താനായി അള്ളാഹു ഇക്കാലത്ത് അയച്ച മഹാത്മാവിനെ നിഷേധിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അധ്യാപനങ്ങളെ വിവിധ രീതിയിൽ വിവിധ സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇത് സത്യവും നീതിയും സ്ഥാപിക്കുകയും സ്ഥായിയായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, ഒരു മുസ്ലിമിന് അള്ളാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും നിറവേറ്റുന്നതിനായി എപ്പോഴും തയ്യാറായിരിക്കേണ്ടതാണ്. ഏതുപോലെ അവൻ തന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും ഗുണത്തിലും ഏകനും അതിൽ दिखाना चाहिए। പങ്കുകാരായി മറ്റാരുമില്ലെന്നും അംഗീകരിക്കുന്നുവോ അതേപോലെ അവന്റെ സൃഷ്ടികളോടും സഹാനുഭൂതിയോടും ലാളിത്യത്തോടും വർത്തിക്കേണ്ടതാണ്. പറയുന്നു, നിങ്ങളുടെ പരസ്പരമുള്ള ബന്ധം ശരിയാകാത്തിടത്തോളം കാലം അള്ളാഹുമായുള്ള ബന്ധവും ശരിയായിത്തീരുന്നതല്ല. गो ഈ രണ്ട് അവകാശങ്ങളിലും खुदा ताला का है, ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അള്ളാഹുവിന്റേതാണെങ്കിൽ തന്നെയും അവന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിറവേറ്റുക എന്നത് അതിന്റെ ദർപ്പണമായി കാണുന്നതാണ്. തന്റെ സഹോദരന്മാരോട് നല്ല രീതിയിൽ വർത്തിക്കാത്ത വ്യക്തിക്ക് അള്ളാഹുവിന്റെ കടപ്പാടുകളും ശരിയാവണ്ണം നിർവഹിക്കാൻ സാധ്യമല്ല. ഇവിടെ നാം समझा भी जाए, സഹോദരനായി കണ്ടാലും जो अपने आप को बाला समझे താൻ അവനേക്കാളും വലിയവനാണെന്നും മറ്റുള്ളവരെ താണവനായി കരുതുകയും ചെയ്താൽ, उससे അവർക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ തന്നെയും और भाईचारे അവരിൽ നിന്നും സാഹോദര്യവും നീതിയും പ്രതീക്ഷിക്കാവതല്ല. बहरहाल फिर आप आगे തുടർന്ന് आते हैं। ഒരു സ്ഥലത്ത് പറയുന്നു, ये नबी करीम നമ്മുടെ നബിനായകർ സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിച്ച ജമാഅത്തിലുള്ള ഓരോരുത്തരും തന്നെ പരിശുദ്ധ മനസ്സിന്റെ ഉടമസ്ഥരായിരുന്നു. ഓരോരുത്തരും തന്നെ തന്റെ ജീവനെ ദീനിനും ദണ്ഡമാക്കിയിരുന്നു. से एक भी ऐसा न കാപ്പറ്റ ജീവിതം നയിച്ചവർ ആരും തന്നെ അവരിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ സൃഷ്ടാവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റിയവരായിരുന്നു. ദീൻ दुनिया पर मुकद्दम हो, ദുന്യാവിനേക്കാൾ तभी वो हालत ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുമ്പോഴാണ് अल्लाह ताला അള്ളാഹുവിന്റെ കടമകൾ നിഷ്കപടമായ രീതിയിൽ നിറവേറ്റുന്നവരായി മാറുക. और मखलूक का हक अदा करने की तरफ സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. एक ഇക്കാലത്ത് मुसलमानों മുസ്ലിം നാടുകളിൽ मुसलमान मुल्कों में ഈ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു നേതാവിനെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. और जब हकीकी നീതി നടപ്പിൽ വരുത്തുകയും और हुकूक अदा करने वाले അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്ന യഥാർത്ഥ നേതാക്കൾ ഇല്ലാതാകുമ്പോൾ और आज़ादी के लिए ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും തങ്ങളുടെ സ്വാതന്ത്ര്യം കരസ്ഥമാക്കുന്നതിനും തങ്ങളുടേതായ രീതികൾ അവലംബിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തൽപര കക്ഷികൾ അവരുടെ താൽപര്യങ്ങൾ ഇത് മുഖേന നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ होती हैं, एक नई कहानी അക്രമത്തിന്റെ പുതിയ പുതിയ അധ്യായങ്ങൾ ഇത് മുഖേന രചിക്കപ്പെടുകയും ചെയ്യുന്നു. वो ചുരുക്കത്തിൽ ഇന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് गुलामी से निकलकर ഒരു അടിമത്തത്തിൽ നിന്ന് മോചിതമായി മറ്റൊരു അടിമത്തത്തിലേക്കുള്ള ചേക്കേറൽ മാത്രമാണ്.
ആഫ്രിക്കയിലെ അധികം നാടുകളിലും ഒന്ന് കണ്ണോടിച്ചു നോക്കുക, പല അറബ് രാഷ്ട്രങ്ങളിലും ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ഈ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്വന്തം ആളുകളുടെ അടിമത്തത്തിൽ ചെന്ന് വീഴുകയാണ് ഉണ്ടായത്. അറബ് നാട്ടിലെ രാഷ്ട്ര നേതാക്കന്മാരും ആഫ്രിക്കൻ നാടുകളിലെ നേതാക്കന്മാരും വിപ്ലവത്തിന്റെ പേരും പറഞ്ഞ് ഭരണകൂടത്തെ പിടിച്ചെടുക്കുന്ന സൈന്യവും മതനേതാക്കളും ഉലമാക്കൾ എന്ന് പറയപ്പെടുന്നവരും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കട്ടെ. അവരുടെ നാട്ടുകാരെ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കുന്നതുകൊണ്ടും നീതിയിൽ അധിഷ്ഠിതമായ ഭരണം നടത്താത്തതുകൊണ്ടും മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകാത്തതുകൊണ്ടും അവർ അള്ളാഹുവിന്റെ പിടിയിൽ വരുന്നതാണ്. ഓരോ ഇടയനും അവന്റെ ആട്ടിൻപറ്റത്തെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയോ? നാട്ടിലെ സമ്പത്ത് കൊണ്ട് സ്വന്തം ഖജനാവ് നിറക്കുകയാണോ നിങ്ങൾ ചെയ്തത്? ഇസ്ലാം, അള്ളാഹ്, റസൂൽ എന്ന പേരെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നിങ്ങൾ സംരക്ഷിച്ചോ? നിഷേധാർത്ഥത്തിലാണ് മറുപടിയെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. അള്ളാഹുവിന് മുമ്പിൽ കളവ് പറയാൻ കഴിയില്ല. അള്ളാഹുവിന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യഥാർത്ഥ വിശ്വാസി ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ, അവർ തങ്ങളുടെ അമാനത്തുകളെയും വാഗ്ദാനങ്ങളെയും ശ്രദ്ധിക്കുന്നതാണ്. നേതാക്കന്മാർ അവരുടെ അമാനത്തുകളെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. അവരെ പ്രതിജ്ഞ എടുക്കുമ്പോൾ അള്ളാഹുവിനെയാണ് സാക്ഷി നിർത്തുന്നത്. നാടിന്റെ ഉന്നമനത്തിനായും ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനായും വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നും അവരുടെ അവകാശങ്ങൾ നൽകുന്നതിനും നീതി നടപ്പിൽ വരുത്തുന്നതിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നതാണെന്നും പ്രതിജ്ഞ എടുക്കുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പൊതുവിൽ എല്ലായിടത്തും സമൂഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതായാണ് കണ്ടുവരുന്നത്. പണ്ഡിതരാണെങ്കിൽ ദീനിനെ വരുമാന മാർഗമാക്കി മാറ്റി പൊതുജനങ്ങളെ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കുടുക്കി തങ്ങളുടെ കീഴിൽ ഒതുക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളാണെങ്കിൽ അവരും തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നില്ല. ചുരുക്കത്തിൽ അമാനത്തുകളുടെ കടമകൾ വേണ്ട രീതിയിൽ നിറവേറ്റാത്തത് കൊണ്ട് ഓരോരുത്തരും തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ മാടി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നാടുകളിൽ കാണുന്ന കുഴപ്പങ്ങളെല്ലാം ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. തീവ്രവാദം, സാമ്പത്തിക അരാജകത്വം, അശാന്തി എന്നിവ ഇന്ന് മാത്രമുള്ള അവസ്ഥയായി കാണരുത്. ഇതെല്ലാം വളരെ ഭയാനകമായ ഒരു ഭാവിയുടെ സൂചന കൂടി നൽകുന്നു. പാകിസ്ഥാൻ ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 62-63 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അവിടെ ഇതെല്ലാം അതിന്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചിരിക്കുന്നതായി കാണാം. നിത്യവും ഇതിലെല്ലാം അവിടെ വർധനവ് മാത്രമാണ് കാണുന്നത്. നാളെ എന്തായിത്തീരുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ശോഭനമായ ഒരു ഭാവി നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്നത് ശരി, എന്നാൽ സ്വന്തം ആളുകളുടെ അടിമത്തത്തിന്റെ ചങ്ങല നമ്മെ മുമ്പത്തേക്കാൾ കൂടുതൽ ഞെരുക്കിയിരിക്കുകയാണ് ചെയ്തത്. അള്ളാഹു ആ നാടിനോട് കരുണ ചൊരിയുമാറാകട്ടെ. പാകിസ്ഥാനെ നേടിയെടുത്തുകൊണ്ട് പാകിസ്ഥാൻ സ്ഥാപകൻ പ്രഖ്യാപിച്ചിരുന്നത് ഇവിടെ എല്ലാ മതസ്ഥർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നാണ്. പാകിസ്ഥാൻ പൗരൻ എന്ന നിലക്ക് എല്ലാ പൗരന്മാരും തുല്യരായിരിക്കും. എന്നാൽ ഇന്നിവിടെ അഹമ്മദികളോട് എന്തെല്ലാമാണ് ചെയ്തു കൂട്ടാത്തത്? തെറ്റായ കാര്യങ്ങൾ ആരോപിക്കുന്നു. ഖാത്തമുൽ അംബിയ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടിമത്തത്തിൽ കഴിച്ചുകൂടുന്നതിന് ഓരോ അഹമ്മദിയും 1000 സ്വാതന്ത്ര്യത്തെക്കാളും മുൻഗണന നൽകുന്നവരാണ്. അതിനായി തങ്ങളുടെ ശിരച്ഛേദത്തിന് പോലും അവർ തയ്യാറാണ്. അഹമ്മദികൾക്കെതിരിൽ കറ്റുകെട്ടും കുപ്രചരണം നടത്തിക്കൊണ്ട് അഹമ്മദികളെ കുറിച്ച് പറയുന്നത് നഊദുബില്ല, ഞങ്ങൾ തിരുനബിയെ നിന്ദിക്കുന്നുവെന്നാണ്.
शहरी ഞങ്ങൾ ഞങ്ങളുടെ പൗരാവകാശ നിഷേധത്തിന് ഒരു പുല്ലുവിലയും കൽപ്പിക്കുന്നില്ല. को तो कोई हैसियत नहीं देते, അത് ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ना कोई हैसियत समझते हैं. എല്ലാവിധ അവകാശങ്ങളും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാലും तमाम हकूक से भी महरूम कर ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, സഹിക്കുന്നുമുണ്ട്. बर्दाश्त कर लेंगे और कर रहे हैं. എന്നാൽ लेकिन ഈ നാമധാരികളായ മുല്ലാവർഗത്തിന്റെയും और हुक्मरान ഭരണാധികാരികളുടെയും ആഗ്രഹമനുസരിച്ച് ഞങ്ങളെ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ തയ്യാറല്ല. അഹമ്മദികൾ പാകിസ്ഥാനിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? कि ये कहते हैं कि तुम्हारा അവർ പറയുന്നത്, ही और നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ, शुरूत है इस ऐलान से സ്വാതന്ത്ര്യം വേണമെങ്കിൽ तुम कहो कि हम मुसलमान नहीं. നിങ്ങൾ മുസ്ലിങ്ങൾ അല്ലെന്നും सल्लल्लाहु अलैहि वसल्लम से ഞങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമില്ലെന്നും നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നവർ പറയുന്നു. എന്നാൽ അള്ളാഹുവാണ് സത്യം. ഞങ്ങളിലുള്ള ഓരോ അഹമ്മദിയും लेकिन ऐसी आजादी തങ്ങളുടെ ശരീരം തുണ്ടം തുണ്ടമാക്കാൻ തയ്യാറാണ്. थूकते भी नहीं എന്നാൽ ഞങ്ങളുടെ യജമാനനും जो हमें हमारे आका और मौला നേതാവുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും ഞങ്ങളെ അകറ്റുന്ന ഒരു സമ്മതിദാന അവകാശത്തിലേക്കും ഞങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഭൗതികരായ നിങ്ങൾക്ക് ഭൂഷണമായിരിക്കട്ടെ. അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് പകരം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് जूतियों की खाक തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദത്തിന്റെ മണൽത്തരികളായി മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായി തീരുന്ന അടിമത്തത്തെയാണ്. അത് സൃഷ്ടാവിനോടുള്ള കടപ്പാടുകളെ മനസ്സിലാക്കി തന്നുകൊണ്ട് അത് നിറവേറ്റുന്നവരാക്കി മാറ്റുന്നു. അതേപോലെ സൃഷ്ടികളോടുള്ള കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റുന്നവരാക്കി തീർക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് തആല ഒരു കാലം വരും हमारी यही गुलामी ഞങ്ങളുടെ ഈ വിനയത്വം, ഞങ്ങളുടെ ഈ അടിമത്തം ലോകത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇന്ന് സ്വതന്ത്രരാണെന്ന് പറയുന്നവർ അനാചാരത്തിന്റെയും और अगलाल में മറ്റു ഭാരങ്ങളുടെയും बोझों और ചങ്ങലകളാൽ तोकों में ബന്ധിതരാണ്. ഇവരോ ഇവരുടെ മക്കളോ मसीह മുഹമ്മദി മസീഹിന്റെ ദാസത്വത്തിൽ ഒരു നാൾ एक दिन फख्र അഭിമാനം കൊള്ളുന്നതായിരിക്കും. जिनसे ഇത് മുഖേന की आजादी അവർക്ക് हासिल होगा ഖാത്തമുൽ അംബിയ करने के लिए ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇവിടെ സ്ഥാപിക്കാൻ വന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നതാണ്. അള്ളാഹു ഈ സ്വാതന്ത്ര്യത്തിന്റെ देख ले ദിനങ്ങൾ വേഗം കാണുമാറാകട്ടെ. അള്ളാഹു അയച്ച വ്യക്തികളെ നിഷേധിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ ഭീകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. अल्लाह ताला അള്ളാഹു ഓരോ അഹമ്മദിക്കും भी सब ക്ഷമയോടും സ്ഥിരചിത്തതയോടും കൂടി ഈ കാഠിന്യത്തിന്റെ നാളുകൾ ദുആയിൽ കഴിച്ചുകൂട്ടാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. തൗഫീക്ക് നൽകുമാറാകട്ടെ. തൗഫീക്ക് നൽകുമാറാകട്ടെ. തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.